രാവിലെ 7 മണി. തറവാട്ടിൽ എല്ലാവരും ഉണർന്നു. അടുക്കളയിൽ മാളവിക ദോശ ചുടുകയായിരുന്നു. ഇന്നലത്തെ പൊള്ളലിന്റെ വേദന ഇപ്പോഴുമുണ്ട്. പക്ഷേ അവൾ മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചു. വല്യമ്മച്ചി പറഞ്ഞതോർത്തു. ക്ഷമ. ഗുഡ് മോർണിംഗ് വല്യമ്മച്ചി. ആദിത്യ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. കറുത്ത ഷർട്ട്, മടക്കി വെച്ച സ്ലീവ്, മുഖത്ത് അതേ കലിപ്പ്. ഗുഡ് മോർണിംഗ് മോനെ. വല്യമ്മച്ചി ചിരിച്ചു. മാളവിക ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്കിഷ്ടമാണല്ലോ. ആദിത്യയുടെ കണ്ണുകൾ അടുക്കളയിലേക്ക് പാഞ്ഞു. മാളവിക പുറം തിരിഞ്ഞു നിൽക്കുന്നു. അവളുടെ നീണ്ട മുടി ഒരു ക്ലിപ്പിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. കഴുത്തിൻ്റെ വശം കാണാം. കയ്യിൽ ഇന്നലെ ചായ തെറിച്ചതിൻ്റെ ചുവന്ന പാട്. അവൻ്റെ നെഞ്ചിൽ എന്തോ കുത്തി. എനിക്ക് ദോശ വേണ്ട, അവൻ പെട്ടെന്ന് പറഞ്ഞു. ബ്രെഡും ജാമും മതി. മാളവികയുടെ കൈയൊന്ന് വിറച്ചു. ദോശക്കല്ലിൽ മാവൊഴിക്കാൻ പോയ തവി നിന്നു. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. വല്യമ്മച്ചി ആദ്യം ഒന്ന് നോക്കി, പിന്നെ മാളവികയെയും. അവർ ഒന്നും പറഞ്ഞില്ല. ഓഫീസിൽ ആദിത്യവർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 30-ാം നിലയിലെ ക്യാബിൻ. ആദിത്യ ഫയലുകൾ നോക്കിയിരിക്കുകയായിരുന്നു. മുഖം ഗൗരവം. പക്ഷേ മനസ്സിൽ രാവിലെ കണ്ട ചുവന്ന പാട് മായുന്നില്ല. സർ, സെക്രട്ടറി മീര അകത്തേക്ക് വന്നു. രാജൻ സർ വന്നിട്ടുണ്ട്, അർജന്റാണെന്ന്. രാജൻ ആദിത്യയുടെ ബിസിനസ് എതിരാളി. കുന്നംകുളത്തെ പുതിയ പ്രോജക്റ്റ് തട്ടിയെടുക്കാൻ നോക്കുന്നവൻ. വരാൻ പറ. രാജൻ അകത്ത് കയറി. 45 വയസ്സ്, കള്ളച്ചിരി. ഹായ് ആദി, എങ്ങനെയുണ്ട് മാരീഡ് ലൈഫ്? ആദിത്യയുടെ മുഖമിരുണ്ടു. കാര്യം പറയൂ രാജൻ. ഹോ, ദേഷ്യപ്പെടാതെ. ഞാൻ വന്നത് ഒരു ഓഫറുമായിട്ടാ. കുന്നംകുളം പ്രോജക്റ്റ് നിനക്ക് വേണമെങ്കിൽ നിന്റെ എന്താ അവളുടെ പേര്? ആ, മാളവിക. അതെ, അവളെ ഒന്ന് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി. ഒരാഴ്ച, അത്രേ ഉള്ളൂ. ആദിത്യയുടെ കൈ മേശയിലിടിച്ചു. ഗ്ലാസ് ടേബിൾ വിറച്ചു. നീ എന്താ പറഞ്ഞത്? റിലാക്സ് മാൻ. ഒരാശാരിയുടെ മോളല്ലേ, അവൾക്കിതൊരു ഭാഗ്യമല്ലേ. പകരം നിനക്ക് 500 കോടിയുടെ പ്രോജക്റ്റ്. ആദിത്യ എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ കത്തി. രാജൻ, നീ ഇപ്പോ ഈ വാതിൽ കടന്ന് പുറത്തു പോ. ഇനി ഈ ജന്മത്ത് എൻ്റെ മുന്നിൽ വരരുത്. എൻ്റെ ഭാര്യയുടെ പേരിനി നിന്റെ നാവിൽ നിന്ന് വന്ന ആ നാവ് ഞാൻ അരിയും. രാജൻ ചിരിച്ചു. ഭാര്യ? അതി, നാട്ടുകാർക്കൊക്കെ അറിയാം നീ അവളെ ഇഷ്ടപ്പെട്ടല്ല കെട്ടിയതെന്ന്. പിന്നെന്തിനാ ഈ സീൻ? അത് നിന്റെ വിഷയമല്ല. ആദിത്യയുടെ ശബ്ദം താഴ്ന്നു. പക്ഷേ അതിൽ മരണത്തിൻ്റെ തണുപ്പുണ്ടായിരുന്നു. രാജൻ ഒന്ന് പതറി, പിന്നെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. നമുക്ക് കാണാൻ മതി. നിന്റെ വീക്ക്നെസ് എനിക്ക് മനസ്സിലായി. വാതിലടഞ്ഞു. ആദിത്യ കസേരയിലേക്ക് വീണു. നെഞ്ച് പടപടാ ഇടിക്കുന്നു. ഭാര്യ. അവൻ രാജൻ്റെ മുന്നിൽ മാളവികയെ ഭാര്യ എന്ന് വിളിച്ചു. എന്തിന്? കാരണം അവളുടെ പേര് പറഞ്ഞപ്പോൾ അവൻ്റെ രക്തം തിളച്ചു. അതവന് പോലും മനസ്സിലായില്ല. വൈകുന്നേരം 6 മണി. മാളവിക തറവാട്ടിലെ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. റോസാച്ചെടികൾ അവൾക്കിഷ്ടമാണ്. ഗേറ്റിന് പുറത്ത് ഒരു കറുത്ത കാർ വന്ന് നിന്നു. അതിൽ നിന്ന് 2 പേരിറങ്ങി. ചേച്ചി, തമ്പുരാൻ്റെ വീടിതാണോ? ഒരുത്തൻ ചോദിച്ചു. മാളവിക തലയുയർത്തി. അതെ, എന്താ? ആദിത്യ സാർ പറഞ്ഞിട്ട് വന്നതാ സാറിൻ്റെ ഫയൽ എടുക്കാൻ. മാളവിക സംശയത്തോടെ നോക്കി. സാർ ഫോൺ ചെയ്തില്ലല്ലോ. അയ്യോ ചേച്ചി, സാർ മീറ്റിങ്ങിലാ. ഞങ്ങൾ സാറിൻ്റെ ഡ്രൈവർമാരാ, പുതിയ ആളുകൾ. അവൾ വീണ്ടും നോക്കി. മുഖത്ത് വല്ലാത്തൊരു ക്രൂരത. അവൾക്ക് പേടി തോന്നി. 1 മിനിറ്റ്, ഞാൻ സാറിനെ വിളിക്കട്ടെ. അവൾ ഫോൺ എടുക്കാൻ തിരിഞ്ഞതും ഒരുത്തൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മറ്റവൻ കൈകൾ കെട്ടി. മാളവിക കുതറി. അവളുടെ കുപ്പിവളകൾ പൊട്ടി താഴെ വീണു. അടങ്ങി നിൽക്കടി,
രാജൻ സാർ നിന്നെ കാണാൻ കൊതിച്ചിരിക്കുക. ഒരുത്തൻ ചിരിച്ചു. അവർ അവളെ വലിച്ചിഴച്ച് കാറിനടുത്തേക്ക് കൊണ്ടുപോയി. പൂന്തോട്ടത്തിൻ്റെ അറ്റത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന വല്യമ്മച്ചി ഇത് കണ്ടു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. പക്ഷെ വളരെ വൈകി. കാർ ചീറിപ്പാഞ്ഞുപോയി. ആദിത്യ വീട്ടിലേക്ക് വരികയായിരുന്നു. ഫോൺ റിങ് ചെയ്തു. വല്യമ്മച്ചി. ഹലോ ആദി മോനെ, മാളവികയെ ആരോ പിടിച്ചോണ്ട് പോയി. വല്യമ്മച്ചിയുടെ കരച്ചിൽ. ആദിത്യ ബ്രേക്ക് ഔട്ടി. കാർ റോഡിൽ നിന്നു. എന്ത്? ആര്? അറിയില്ല മോനെ, 2 പേർ, നിന്റെ ഡ്രൈവർമാരെന്ന് പറഞ്ഞു. ആദിത്യയുടെ മുഖം വിളറി. രാജൻ. അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. കണ്ണുകൾ ചുവന്നു. ഇത്തവണ ദേഷ്യം മാളവികയോടല്ല, അവളെ തൊട്ടവനോട്. വല്യമ്മച്ചി പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഫോൺ കട്ട് ചെയ്തു. അടുത്ത നിമിഷം അവൻ രാജനെ വിളിച്ചു. എടാ പട്ടി, അവൻ അലറി. അവളെവിടെ? രാജൻ ചിരിച്ചു. ഓ, വേദനിച്ചോ? ഞാൻ പറഞ്ഞില്ലേ അവൾ നിന്റെ വീക്ക്നെസ് ആണെന്ന്. എൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. നീ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയാ അവളെ വിടാം. നീ അവളുടെ ദേഹത്ത് തൊട്ടാ? ആദിത്യയുടെ ശബ്ദം വിറച്ചു. നിന്നെ ഞാൻ കൊല്ലും, ഇത് വാക്കാണ്. ഫോൺ കട്ട് ചെയ്ത് അവൻ കാർ തിരിച്ചു. ഫുൾ സ്പീഡ് രാജൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക്. മനസ്സിൽ ഒരേ ഒരു ചിന്ത, അവൾക്ക് ഒന്നും സംഭവിക്കരുത്, ഒന്നും. എന്തുകൊണ്ട് അവൻ അറിയില്ല. ഇഷ്ടമല്ലാത്ത വെറും കടത്തിൻ്റെ പേരിൽ കെട്ടിയ പെണ്ണിന് വേണ്ടി എന്തിനാ അവൻ്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നത്? ഉത്തരം അവൻ്റെ അടുത്തില്ല. പക്ഷേ അവൻ്റെ കാർ ചീറിപ്പായുന്നുണ്ട് അവളെ രക്ഷിക്കാൻ. രാജൻ്റെ ഗസ്റ്റ് ഹൗസ്. മാളവികയെ ഒരു റൂമിൽ കെട്ടിയിട്ടിരിക്കുന്നു. വായിൽ തുണി തിരുകിയിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പേടിച്ച് വിറയ്ക്കുന്നു. വാതിൽ തുറന്ന് രാജൻ വന്നു. പേടിക്കണ്ട മോളെ, നിന്റെ കെട്ടിയോൻ സമ്മതിച്ചാ നിന്നെ വിടാം. അല്ലെങ്കിൽ... അവൻ അടുത്തേക്ക് വന്നതും പുറത്ത് വലിയ ശബ്ദം, ഗേറ്റ് തകർക്കുന്ന ശബ്ദം. ആരടാ അത്? രാജൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. മുറ്റത്ത് ആദിത്യ. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിയിരിക്കുന്നു. നെറ്റിയിൽ നിന്ന് ചോരയൊലിക്കുന്നു. കാറിടിച്ച് ഗേറ്റ് തകർത്താണ് അവൻ വന്നത്. രാജൻ്റെ ഗുണ്ടകൾ ഓടിയെടുത്തു. 5-6 പേർ. ആദിത്യ ഒന്നും നോക്കിയില്ല. ആദ്യത്തവൻ്റെ മുഖത്തോരിടി. അവൻ തെറിച്ചുപോയി. രണ്ടാമത്തൻ്റെ വയറ്റിനിട്ട് ഒരു ചവിട്ട്. എവിടെ അവൾ? അവൻ ഗർജിച്ചു. അവൻ്റെ ശബ്ദം മുഴുവൻ ഗസ്റ്റ് ഹൗസിൽ മുഴങ്ങി. രാജൻ പേടിച്ചുപോയി. ഇത് അവൻ പ്രതീക്ഷിച്ച ആദിത്യയല്ല. ഇതൊരു മൃഗമാണ്. തൻ്റെ ഇണയെ രക്ഷിക്കാൻ വന്ന മൃഗം. ആദിത്യ രാജൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ ഭാര്യ എവിടെയെന്ന്? വീണ്ടും ഭാര്യ. രാജൻ വിറയാർന്ന വിരൽ കൊണ്ട് മുകളിലേക്ക് ചൂണ്ടി. ആദിത്യ അവനെ തള്ളിയിട്ട് മുകളിലേക്കോടി. വാതിൽ ചവിട്ടി തുറന്നു. അകത്ത് കട്ടിലിൽ കെട്ടിയിട്ട് അവൾ കരയുന്നു. മാളവിക. അവളെ കണ്ടതും ആദിത്യയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞോ? ഇല്ല. കലിപ്പൻ കരയില്ല. പക്ഷേ അവൻ്റെ നെഞ്ച് പിടഞ്ഞു. മാളു. അവൻ ആദ്യമായി അവളെ പേര് വിളിച്ചു. ഓടിച്ചെന്ന് അവളുടെ കെട്ടുകൾ അഴിച്ചു. വായിലെ തുണിയെടുത്തു. സാറേ, അവൾ വിതുമ്പി. എനിക്ക് പേടിയായി. ആദിത്യ ഒന്നും മിണ്ടിയില്ല. അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു. വളരെ മുറുകെ. അവളുടെ വിറയൽ അടങ്ങുന്നത് വരെ. അവളുടെ മുടിയുടെ മണം അവൻ്റെ മൂക്കിൽ തറച്ചു. മുല്ലപ്പൂവിൻ്റെ മണം. ഇനി ആരും നിന്നെ തൊടില്ല, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൻ്റെ ശബ്ദമിടറിയിരുന്നു. ആരും. മാളവിക അമ്പരന്നു. ഇത് ദേഷ്യപ്പെടുന്ന ആദിത്യയല്ല. ഇത് വേറെ ആരോ ആണ്. സുരക്ഷിതത്വം തരുന്ന ആരോ. അവൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആദിത്യ അവളുടെ പിടിവിട്ടു. അവൻ്റെ മുഖം വീണ്ടും കഠിനമായി. ഞാൻ എന്താ ഈ കാണിച്ചത്? ഞാൻ എന്തിനാ അവളെ കെട്ടിപ്പിടിച്ചത്? വാ പോകാം, അവൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. മാളവിക എഴുന്നേറ്റു. കാലുകൾ കുഴയുന്നു.
അവൾ വീഴാൻ പോയതും ആദിത്യ താങ്ങി പിടിച്ചു. ഒരു നിമിഷം, പിന്നെ വിട്ടു. നടക്കാൻ പറ്റുമോ? അവൾ തലയാട്ടി. താഴെ ഇറങ്ങുമ്പോൾ രാജൻ ചുമരിൽ ചാരിയിരിപ്പുണ്ടായിരുന്നു. ആദിത്യ അവൻ്റെ അടുത്ത് ചെന്ന് കുനിഞ്ഞു. ഇനി നീയോ നിന്റെ ആളുകളോ എൻ്റെ വീടിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ വന്ന നിന്റെ ശവം പോലും കിട്ടില്ല, മനസ്സിലായോ? രാജൻ പേടിച്ച് തലയാട്ടി. ആദിത്യ മാളവികയുടെ കൈ പിടിച്ചു. അവളെ കാറിൽ കയറ്റി സ്വയം ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക്. യാത്ര മുഴുവൻ മൗനം. പക്ഷേ ആദിത്യയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഓക്കെയാണോ എന്ന്. മാളവിക ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ആ കെട്ടിപ്പിടുത്തമാണ്, ആ മാളു എന്ന വിളിയാണ്, ആ ആരും തൊടില്ല എന്ന വാക്കാണ്. ദേഷ്യക്കാരൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ആദ്യ തുള്ളി അവൾ അറിഞ്ഞു. പക്ഷേ ആദിത്യ അറിഞ്ഞില്ല. അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവൻ അവളെ വെറുപ്പാണെന്ന് തന്നെയാണ്. ഇത് തുടക്കം മാത്രം. ദേഷ്യം കൊണ്ട് കെട്ടിയ ചങ്ങല പതിയെ സ്നേഹത്തിൻ്റെ ചങ്ങലയായി മാറുന്നതിൻ്റെ തുടക്കം മാത്രം.